തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാന വീട് ആക്രമിച്ചെന്ന് പുറത്ത് സ്റ്റാൻമോർ എസ്റ്റേറ്റിന് സമീപത്താണ് തോട്ടന്നൂരാളിൽ താമസിക്കുന്ന സ്ഥലത്ത് ആനയുടെ ആക്രമണം ഉണ്ടായത്. പ്രദേശവാസി പാർവതിയുടെ വീടിന്റെ അടുക്കള ഭാഗമാണ് ആന തകർത്തത്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. സൂരജ്, വിശദാംശങ്ങൾ. ഇന്ന് പുലർച്ചെ 3:30 ഈ തമിഴ്നാട് വാൽപ്പാറയിൽ സ്റ്റാൻമോർ എസ്റ്റേറ്റിന് സമീപത്തുള്ള ഈ പാടിക്ക് നേരെ കാട്ടാനാക്രമണം ഉണ്ടായത്. വാതിലും ജനലും തകർത്ത് ഈ അടുക്കള ഭാഗത്തുകൂടി അകത്ത് കയറിയ ആന ഈ അടുക്കളയിൽ ഉണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങൾ അടക്കം ഭക്ഷിച്ച ശേഷമാണ് അവിടെ നിന്ന് മടങ്ങിയത്. ഈ പാടിക്ക് സമീപത്ത് തന്നെ പിന്നീട് ആന നിലയുറപ്പിക്കുകയും ചെയ്തു. ഈ അവിടെ ഉണ്ടായിരുന്ന പാടിയിലെ ആളുകൾ, താമസക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് പിന്നീട് ഈ ആനയെ കാട് കയറ്റിയത്. തുടർച്ചയായി ഈ മേഖലയിലേക്ക് ഈ കാട്ടാനക്കൂട്ടങ്ങൾ ഒറ്റതിരിഞ്ഞും അല്ലാതെയും എത്തുന്നു എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. അതോടൊപ്പം തന്നെ 40-ലധികം കുട്ടികൾ പഠിക്കുന്ന വാൽപ്പാറയിൽ, ഇതിന് സമീപത്തുള്ള വാൽപ്പാറയിലെ സ്കൂളിലേക്കും ഇന്നലെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി. ക്ലാസ് മുറിയിൽ കയറിയ കാട്ടാന അവിടെ ഉണ്ടായിരുന്ന ഡെസ്കും ബെഞ്ചും അടക്കം നാശനഷ്ടം വരുത്തിയാണ് ഇന്നലെ കാട്ടാന മടങ്ങിയത്. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഒരു വീടിന് തന്നെ നേരെ കാട്ടാനാക്രമണം ഉണ്ടായത്. പുലർച്ചെ സമയമാണ്. ഈ കാട്ടാനയുടെ ശബ്ദം കേട്ടാണ് ഈ കണ്ണു തുറന്നതെന്നുള്ളതാണ് ഈ വീട്ടിലുണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. എന്തായാലും അവരെ സംബന്ധിച്ച് വലിയ ഭീതിയാണുള്ളത്. ഈ ഫെൻസിംഗ് അടക്കം സ്ഥാപിച്ചുകൊണ്ട് ഈ കാട്ടാനകൾ അടക്കമുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെ തടയണം എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.